നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് നോക്കാം മഴ മുന്നറിയിപ്പ്. ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് പലയിടങ്ങളും രാവിലെ തന്നെ മഴയുടെ ഒരു കോളുണ്ട്, അത്തരത്തിലുള്ള അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ജില്ലകളാണ് മഴ മുന്നറിയിപ്പുള്ളത്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്ന മുന്നറിയിപ്പ് എന്തൊക്കെയാണ്, നമുക്ക് വിശദമായി നോക്കാം. വരുന്ന മണിക്കൂറുകളിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, തിരുവനന്തപുരത്ത് അരുവിക്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തും. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെയോടെ ഷട്ടർ ഉയർത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അരുവിക്കര ഡാമിൻ്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെൻറ്റിമീറ്റർ വീതം ഉയർത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉയർത്തിയത് 10 സെൻറ്റിമീറ്ററാണ്. അതുൾപ്പെടെ 50 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഇപ്പോൾ അരുവിക്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നത്. ഡാമിൻ്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 31-ാം തീയതി വരെ, അതായത് ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മഞ്ഞ അലേർട്ട് ഇന്നലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടായിരുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കഴിഞ്ഞ ദിവസം പ്രവചിക്കപ്പെട്ടത്. കള്ളക്കടൽ പ്രതിഭാസ മുന്നറിയിപ്പുണ്ട്. 29-ാം തീയതി രാത്രി 11:30 വരെ കേരള തീരത്ത് 1.5 മീറ്റർ മുതൽ 0.8 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി 11:30 വരെ 1.2 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കുക. കള്ളക്കടൽ പ്രതിഭാസത്തിന് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കുക. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വീശിയേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കുക. പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളിൽ കാഴ്ചമങ്ങൽ സാധ്യതയുണ്ട്. ഗതാഗത കുരുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ, നദീതീരങ്ങളിലും വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം, അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം. ജാഗ്രത വേണം. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അപകടകരമായ മരങ്ങൾ വീടിന് ചുറ്റും ഉണ്ടെങ്കിൽ ദയവായി അത് മുറിച്ചു മാറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു മുൻകരുതലുകൾ എടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, കാലവർഷവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കൂടി നോക്കുക. കാലവർഷം വൈകാൻ സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നേരത്തെ 26-ന് എത്തുമെന്ന് അറിയിച്ചിരുന്നു, പക്ഷേ അത് വൈകുമെന്നാണ് കാലവർഷത്തെ സംബന്ധിച്ച് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.